ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രതിഷേധം. നടിയുടെ കേസിൽ നടന്നൊരു വിധി അത് തികച്ചും അന്യായമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഭൂരിപക്ഷം വരുന്ന ഇത്രയും സ്ത്രീകൾക്കും ഈ സിനിമ കാണണ്ട. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിക്കുകയാണ് ചെയ്തത്. ദിലീപിന്റെ സിനിമ പ്രതിഷേധിച്ചു. നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിനിമ KSRTC ബസ്സിൽ നിർത്തിവെപ്പിച്ചു. ഈ പറക്കുന്തളിക എന്ന സിനിമയാണ് പ്രദർശിപ്പിച്ചത്. ഈ പറക്കുന്തളിക എന്ന സിനിമ മലയാളി പ്രേക്ഷകരിൽ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ദിലീപിന്റെ കേസ് വരുന്നതിന് മുമ്പ് ബസ്സിൽ പ്രതിഷേധിച്ചവരെല്ലാവരും ഈ പറക്കുന്തളിക എന്ന സിനിമ ആവർത്തിച്ച് കണ്ടിട്ടുണ്ടാവും. ദിലീപിന്റെ കേസിലെ വിധിയുടെ വിശ്വാസക്കുറവ് മൂലമാണ് അവർ സിനിമ പ്രതിഷേധിച്ചത്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് സിനിമ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ബസ്സിലെ ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായ പ്രകാരമാണ് ആ സിനിമ നിർത്തിവെപ്പിച്ചത്. ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ചിന്തിക്കാത്തതും മനസ്സിലാക്കാത്തതും ഒരു കാര്യമുണ്ട്. ദിലീപിൻ്റെ മാത്രമല്ല ആ സിനിമ, ഒത്തിരി ടെക്നീഷ്യൻസിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയും കൂട്ടായ്മയാണ് സിനിമ. ദിലീപ് ആ സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ദിലീപ് ആ സിനിമയിൽ അഭിനയിച്ചു, കാശ് വാങ്ങി. ആ സിനിമയുടെ റൈറ്റ്സ് ഒന്നും ദിലീപിനില്ല. ഇപ്പോൾ അതിജീവിതയും ദിലീപ് അഭിനയിച്ച ഒത്തിരി സിനിമകളില്ലേ. അപ്പോൾ ആ സിനിമകൾ നിങ്ങൾ പ്രതിഷേധിക്കോ? അതിജീവിതയുടെ സിനിമകൾ നിങ്ങൾ പ്രതിഷേധിക്കോ? അതാണ് ഒത്തിരി ആൾക്കാരുടെ അധ്വാനമാണ് സിനിമ. അവിടെ ദിലീപിൻ്റെ സിനിമകളെ നിങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രതിഷേധം നടത്തുമ്പോൾ അവിടെ അവഗണിക്കപ്പെട്ടു പോകുന്ന നിരവധി ആൾക്കാരാണ്. 1000 ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ ബലി കൊടുക്കുക എന്ന തീരുമാനം വേദനയോടെ അയാളെടുക്കുക. എന്നാൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി 1000 ആളുകളെ ബലി കൊടുക്കണോ? കഷ്ടമല്ലേ?